അപ്പോൾ എല്ലാവർക്കും ചിത്ര വ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ. രാത്രിത്തെ വീഡിയോയും കൂടെ എടുക്കുന്നത്. എന്തിനാ ഇവിടെ വന്നിരിക്കണം എന്നറിയാമോ? അവൻ്റെ ചിക്കൻ അടുപ്പിലിരിക്കുന്ന. അപ്പോൾ ചിക്കൻ ഉണ്ടത് വിശക്കണം എന്നാണ് പറയുന്നത്. തരാ പൊന്നിന് ചിക്കൻ ഉണ്ട്. ചിക്കൻ വേണോ? ചിക്കൻ കാണിച്ചു കൊടുക്കട്ടെ ചേച്ചിമാർക്ക്. ഇവൻ്റെ ചിക്കൻ ദേ വേവുന്നതാണ് കേട്ടോ. അത് കൊടുക്കും. വേഗണ്ടേ, സമയമായി വരുന്നല്ലേ ഉള്ളൂ. അവനൊരു സമയമുണ്ട് കേട്ടോ കൊടുക്കാൻ. തിരിഞ്ഞുള്ള ഇരിപ്പ് കണ്ടോ? ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നേ? അതേ ഫ്രണ്ട്സ്, നമ്മുടെ ഗ്യാസുകാരൻ ഗ്യാസ് കൊണ്ടുവന്നിട്ട് ആ ഗ്യാസ് റെഗുലേറ്റർ വെച്ചിട്ട് പറ്റുന്നില്ലായിരുന്നു. പിന്നെ ഗ്യാസുകാരനെ നമ്മൾ ഫോൺ ചെയ്തു. അപ്പോൾ അടുത്തുള്ള ഒരിടത്തുനിന്ന് 2 പയ്യന്മാർ അവൻ കൊടുക്കുന്ന ഗ്യാസ് തന്നെ നല്ല ഫുൾ ഗ്യാസ് കൊണ്ടുവന്നു. എന്തോ നിറ ഗ്യാസിന് ഒരു കുഴപ്പം കേട്ടോ, റെഗുലേറ്റർ വെക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ലേറ്റായിപ്പോയി അവൻ്റെ ഫുഡ് കേട്ടോ. ചിക്കന് വേണ്ടി ഇവിടെ കിടക്കുന്നതാണ് കേട്ടോ ഫ്രണ്ട്സ്. എന്താണെന്നറിയാമോ? നമുക്ക് 3 സിലിണ്ടർ ഉണ്ട്. അപ്പോൾ ഒരു കാലി സിലിണ്ടർ ഇവൻ ഇങ്ങനെ മാനേജ് ചെയ്യും. അപ്പോൾ അവന് അത്രയും കാശ് കൂടുതൽ കിട്ടുന്നില്ല. അപ്പോൾ ഇപ്പോൾ വിളിച്ച് നമ്മൾ ബുക്ക് ചെയ്യും ഞാൻ. എന്നിരുന്നാലും ബുക്ക് ചെയ്യാതെ തന്നെ ഇവിടെയൊക്കെ ബുക്ക് ചെയ്താൽ 24 hours നമ്മുടെ ഓൺലൈൻ ബുക്ക് ചെയ്താൽ നാളെ തന്നെ കൊണ്ടുവരും കേട്ടോ. അങ്ങനത്തെ ബുക്കിംഗാണ് ഞാൻ ചെയ്യുന്നത് ഫോൺ വഴി. അപ്പോൾ ഇവന് 3 സിലിണ്ടറിൽ ഇവൻ കൊണ്ടുപോകും. അപ്പോൾ എപ്പോഴും ഒരെണ്ണം ഞാൻ കത്തിക്ക്, ഒരെണ്ണം നിറ ഗ്യാസ് ആയിരിക്കും. ഒരെണ്ണം ഇവൻ ഇങ്ങനെ മാനേജ് ചെയ്യുക. എനിക്ക് അത്യാവശ്യമുള്ള സമയത്ത് അവൻ നിറച്ചുകൊണ്ട് വരും. അപ്പോൾ നമുക്ക് 3 സിലിണ്ടർ. ഇത് ഒരെണ്ണം തീർന്നു. ഞാൻ കൊണ്ടുവന്ന് വച്ചപ്പോൾ അതിൻ്റെ പിൻ ശരിയല്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ അവനെ വിളിച്ച് പറഞ്ഞപ്പോൾ അവൻ ഡ്യൂട്ടി കഴിഞ്ഞ് പോയി കേട്ടോ. അപ്പം വർഷങ്ങളായിട്ട് പരിചയമുള്ള. അപ്പോൾ അവൻ പറഞ്ഞു പെട്ടെന്ന് തന്നെ അടുത്തൊരു കടയുണ്ട്, ആ കടയിൽ ഫോണും കൊണ്ട് ചെല്ല് ഭാവി, ഞാനപ്പോൾ വിളിച്ച് പറയാമെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ലേബേഴ്സ് നമുക്ക് ഭർത്തിയായ സിലിണ്ടർ, അതായത് ഫുൾ സിലിണ്ടർ കൊണ്ടുവന്ന് വച്ച് തന്നു. അപ്പോൾ അത് ശരിയായി. നമ്മുടെ ഫുൾ സിലിണ്ടർ നാളെ ഇനി അവൻ മാറ്റി അവർക്ക് കൊടുത്തോളും. അപ്പോൾ അതാണ് കാര്യം. അപ്പോൾ ഗ്യാസ് സിലിണ്ടറിന് വേണ്ടി ഓടി നടന്നുകൊണ്ട് അപ്പം ഞാൻ പറഞ്ഞു, നീ ഇങ്ങോട്ട് വാ, എൻ്റെ ഒരു കാലി സിലിണ്ടറും കൊണ്ടുപോയിട്ട് നീ ഇങ്ങനെയാണോ നല്ല സിലിണ്ടർ കൊണ്ടുവരേണ്ടതെന്നേ. അതുകൊണ്ട് അവൻ്റെ ഫുഡ് ഇത്തിരി ലേറ്റായിപ്പോയി. അവന് വിശക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അവന് നമ്മൾ ഒരു 100-150 ഗ്രാമാണ് നമ്മൾ ചിക്കൻ കൊടുക്കുന്നത്. നമ്മളിപ്പം മെനു അനുസരിച്ച്, ഡോക്ടറിൻ്റെ മെനു അനുസരിച്ചാണ് ഫുഡ് കേട്ടോ. അപ്പോൾ അതിനാണ് ഇവിടെ കിടക്കുന്നത്. പൊന്നു വന്നേ, ഇവിടെ വന്നേ. ഈ ചേച്ചിമാർക്ക് ചേട്ടന്മാർക്കൊക്കെ ഒരു ഹായ് ഒക്കെ കൊടുത്തേ. ഇങ്ങോട്ട് വന്നേ. ആവാണ് കേട്ടോ കിടക്കുന്ന എല്ലാ സാധനങ്ങളും ഈ ബെഡ്ഷീറ്റിൽ ഇങ്ങനെ ബെഡിൻ്റെ മുകളിൽ വെച്ചിട്ട് പോതേ കണ്ടോ. ഇതും ഈ സ്പീക്കറും ഇതിവിടെ വെച്ചിട്ട് പോയി. എവിടെ നോക്കിയിരുന്നാലും അവൻ്റെ പഴയ ഫോണും ഒക്കെയാണ് കേട്ടോ. ഒരു സാധനം 2 പേരും. അവൾ പിന്നെ തിരക്കിലാണ്, അതുകൊണ്ട് പറ്റൂല എന്ന് പറയാം. ചേട്ടൻ്റെ ആണോ പൊന്നോ അത്? കണ്ടോ കയറിയത് കണ്ടോ? ചേട്ടൻ എവിടെ സ്പീക്കർ വെച്ചിട്ട് പോയത്? ഭയങ്കര ചൂട് കേട്ടോ. ചൂടെന്ന് പറഞ്ഞാൽ വെയിലല്ല, എന്താ പറയുന്നത്, വിയർപ്പ്, ഹ്യൂമിഡിറ്റി ഭയങ്കര കേട്ടോ. വിയർക്കൽ, വെറുതെ വിയർത്തുകൊണ്ടിരിക്കും. അങ്ങനത്തെ ഒരു ചൂട് കേട്ടോ. മഴയാണെങ്കിൽ ഒരു ടുക്ക് മഴ പെയ്യും, അതിൻ്റെ ഇരട്ടി വെയിലും, അങ്ങനത്തേക്കുള്ള ഒരു ക്ലൈമറ്റാണ്. ഒരു വൃത്തികെട്ട ക്ലൈമറ്റാട്ടോ. അച്ചുപ്പൊന്നടി ഒരു ചിക്കൻ കഴിക്കാൻ പോകുന്നു. കൊച്ചിന് ചിക്കൻ അടുപ്പത്ത് കിടക്കുന്നേ. ഇത്തിരി വൈകിപ്പോയേ നമ്മുടെ പൊന്നു. ഇതേ ചേച്ചിമാർ ചേട്ടന്മാർ ആൻറ്റിമാരൊക്കെ പറഞ്ഞ് മോനെ കുറച്ച് കൂടുതൽ എടുക്കണമെന്ന് വീഡിയോ. അതുകൊണ്ടാണ് മമ്മി ഇങ്ങനെയൊക്കെ വർത്താനം പറഞ്ഞ് ഈ രാത്രിത്തെ വീഡിയോ ഒക്കെ എടുക്കുന്നത് കേട്ടോ. ഇനി ചേട്ടൻ വരും, ചേച്ചി വരും. പിന്നെയെന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മുടെ പുള്ളിക്കാരൻ വന്നു കഴിഞ്ഞാൽ ന്യൂസും TV കണ്ടുകൊണ്ടിരിക്കും. ഇവിടുത്തെ ബെഡ്റൂമിലിരുന്നാൽ ഇവിടുത്തെ കണ്ടില്ലേ, ഈ TV വെച്ചാൽ എനിക്ക് പിന്നെ എടുക്കാൻ പറ്റില്ല. നല്ല കണ്ടൻറ്റ് ഇന്നലെ വന്നായിരുന്നു. അപ്പോൾ കോപ്പിറൈറ്റ് വരും. ഇവരിട്ട് ഓഫും ചെയ്യുന്നില്ല. അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ഇത് കണ്ടോ, അപ്പുറത്ത് വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹോളിലത്തെ TV ഇത് കണ്ടല്ലോ. അതുകൊണ്ട് എനിക്ക് ഹോളിലിരുന്ന് എന്തെങ്കിലും ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ TV സൗണ്ട് വന്നാൽ കോപ്പിറൈറ്റ് വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒഴിഞ്ഞൊഴിഞ്ഞ് മാറി കണ്ടൻറ്റ് വന്നിരുന്നാലും എനിക്ക് ആ സമയത്ത് എടുക്കാൻ പറ്റാതെ ദൂരെ വന്ന് എടുക്കുന്നതൊക്കെ കേട്ടോ. എല്ലാവർക്കും ഒരു ഹായ് ബൈ ഒക്കെ കൊടുക്ക് പൊന്നു. ബൈ കൊടുക്കട്ടെ, ഹായ് കൊടുക്ക്. നമുക്ക് വീഡിയോ ഇനിയും ഉണ്ടല്ലോ, കുറച്ച് കൂടുതൽ എടുക്കണമല്ലോ. ഇനി പൊന്നിനെ ഞാനൊരു ദിവസം പല്ല് തേപ്പിക്കുന്ന വീഡിയോ ഒക്കെ ഉണ്ട് കേട്ടോ. എന്നാലും പൊന്നിനെ സുന്ദരനാക്കുന്നത്, പൗഡർ ഇടുന്നത്, എൻ്റെ മോനെ ഇനി സുന്ദരനാവുന്നത് ഇത് ഈ ചൂടെടുത്തിട്ടാണ് കേട്ടോ. ഇത്രയും നേരം AC, അപ്പോൾ AC ഇത്രയേറെ റെസ്റ്റ് എടുക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഓഫ് ചെയ്തു. ഇനിയിപ്പോൾ ചേട്ടൻ വരുമ്പോൾ പിന്നെ ഇടും. പൊന്നാണോ മിഞ്ചൊരു പൊന്നാണോ? ചേച്ചി വരുമ്പോഴാണ് കളിക്കാൻ പോകുന്നത്, ഉമ്മ കൊടുക്കുന്നത്. കാരണം എന്താണെന്നറിയാമോ? ചേച്ചി വരുമ്പോൾ ഈ ബോണൊക്കെ എടുത്ത് ചേച്ചി ഇങ്ങനെ പിടിച്ചു വലിക്കണം, അവൻ പിടിച്ചു വലിക്കുക, രണ്ടുപേരും കൂടെ പിടിയും വലിയ. അവന് ആ കളി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവിടെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ അവിടെ പുറകെ ചെല്ലും.
പിന്നെ ഒരു സ്വഭാവമുണ്ട്, ഒരു 100 പ്രാവശ്യം കട്ടിലിൻ്റെ അടിയിൽ അറിഞ്ഞു വെച്ചിടും. എന്നിട്ട് എന്ത് ചെയ്യുമെന്ന് അറിയാമോ, ആ കോണയുണ്ടല്ലോ, ആ കോണയിൽ ചെന്നിട്ട് കട്ടിലിൻ്റെ ഇടയിൽ കൂടെ നോക്കും. എന്നിട്ട് നമ്മളെ തോണ്ടി വിളിക്കും എടുത്തു കൊടുക്കാൻ. അങ്ങനെ ഒരു 1000 പ്രാവശ്യം നമ്മളിത് കട്ടിലിൻ്റെ അടിയിലേക്ക് കൈ എത്തൂലല്ലോ. അപ്പോൾ ഓരോരോ സാധനങ്ങൾ കൊണ്ടുവന്ന് വലക്കമ്പും ഒക്കെ കൊണ്ടുവന്ന് നമ്മൾ ഇത് എടുത്ത് കഴിയുമ്പോൾ പിന്നെയും ഇടും. ഇത് ഇവന് ഒരു തമാശയാണ് കേട്ടോ. ചെറിയ കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട് വന്നാണ്. എല്ലാവരും ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതൊക്കെ കാണണേ. എല്ലാവരും ഒന്ന് പ്രോത്സാഹിപ്പിക്കുക കേട്ടോ. നമ്മളൊക്കെ വേണ്ടാത്ത ഇതോ അല്ലാതെ മറ്റുള്ളവരെ വ്യക്തിപരമായിട്ട് ഇൻ്റർഫെയർ ചെയ്യുകയോ അല്ലാതെ വ്യക്തിപരമായിട്ട് നമ്മൾ ആരെക്കുറിച്ചും ചാനലിൽ പറയാറില്ല. നമ്മൾ വേണ്ടാത്ത ഒരു പ്രവൃത്തിയും ഈ ചാനലിലല്ല. എല്ലാവർക്കും കാണാൻ പറ്റിയ ഒരു വീഡിയോ ആണ് ഇടുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇടുക. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഷോർട്ട് വീഡിയോ കുറച്ച് മോട്ടിവേഷൻ്റെ ഒക്കെ ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ തന്നെ എല്ലാവരും അതൊന്ന് കാണുക കേട്ടോ. കാണണേ, നല്ല നല്ല കാര്യങ്ങളാണ്. അതൊക്കെ ഒന്ന് വായിച്ചിട്ട് അതൊക്കെ വായിക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് കാണണം കേട്ടോ, ഷോർട്ട് വീഡിയോ ഒക്കെ. യെസ് മമ്മി. മോള് വന്നു, ചായ കൊടുക്കാൻ പോകുന്ന കേട്ടോ. അവനവിടെ റൂമിലാണ്, അവിടെ റൂമിലിരിക്കുന്ന. എന്നെ ജോലിക്ക് വിടാതെ, അടുക്കള ജോലിയിൽ ചെയ്യാൻ പറ്റാതെ ഇവിടെ വന്ന് കിടക്കണം. കണ്ടോ പിടിച്ച് വെച്ച് കിടക്കുന്ന കണ്ടില്ലേ. അമ്മി ജോലിക്ക് പോകണ്ട, മമ്മി ഒന്നും ചെയ്യണ്ട, ഞാനിങ്ങനെ മമ്മിയുടെ മടിയിൽ കിടക്കട്ടെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചൊക്കെ. എന്നെ ജോലിക്ക് വിടാതിരിക്കാനാണ്. അവൻ്റെ കൂടെ ഇങ്ങനെ ഇരിക്കണം. അവനത് മടിയിൽ തലയൊക്കെ വെച്ച് കണ്ടല്ലോ ഫ്രണ്ട്സ്, മടിയിൽ തലയൊക്കെ വെച്ച് ഇങ്ങനെ അവൻ ഇരിക്കണം, കിടക്കണം. ഇത് കണ്ടോ, ഇതൊക്കെയാണ് ഇവൻ്റെ വേല. ഇവന് ഞാൻ ജോലിക്ക് പോകാൻ പാടില്ല, ജോലി ചെയ്യാൻ പാടില്ല, അവൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കണം. എല്ലാവരും അച്ഛയാണെങ്കിലും ചേച്ചിയാണെങ്കിലും മമ്മിയാണെങ്കിലും ഇത് കണ്ടില്ലേ ഫ്രണ്ട്സ്, ഈ മടിയിൽ ഇങ്ങനെ കിടന്ന് എങ്ങനെ ജോലിക്ക് പോകണം. ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കണ്ടേ പൊന്നാ? ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കണ്ടേ? ഇങ്ങനെ നീ മടിയിൽ ഇങ്ങനെ കിടന്നുകൊണ്ടിരുന്ന അച്ഛയൊക്കെ വിടണ്ടേ? ഇവിടെ ഇത്തിരി ചൂടാകുമ്പോൾ നമ്മൾ തറയിലൊക്കെ ഇരിക്കാൻ വന്ന് നോക്കണം. അപ്പോഴാണ് ദൈവം വന്ന് കിടക്കുന്നത്. കണ്ടോ, ഇങ്ങനെ കൈയും മടിയിൽ പിടിച്ച് ഒരു കിടപ്പാണ്. ഇത് കണ്ടില്ലേ? എങ്ങനെ നമ്മൾ പോകും? ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണ്ടേ അച്ഛക്ക്? ചേട്ടന് പോകണം, അച്ഛക്ക് പോകണം, പണിയില്ലേ? വിളക്ക് എത്തിക്കണം, എന്തോരം പണി. ഇങ്ങനെ കിടന്നാൽ മതിയോ നിങ്ങൾ? ബിസ്ക്കറ്റും കഴിക്കുന്നില്ല, ഇങ്ങനെ കിടന്നാൽ മതിയോ നിങ്ങൾ? എന്നെ നോക്കട്ടെ, ഇങ്ങനെ കിടന്നാൽ മതിയോ നിങ്ങൾ? ഇങ്ങനെ കിടന്നാൽ മതിയോ? മമ്മിയുടെ മടിയിൽ തന്നെ ഇങ്ങനെ കിടന്നാൽ മതിയോ പൊന്നെ? അല്ലക്കുട്ട എന്താണ് അങ്ങനെ എക്കട്ടം വിടണ? എക്കട്ടം വിടുന്നു. എന്താണ്? ബിച്ചിട്ട് കഴിക്കുക. ഇങ്ങനെ ബിച്ചിട്ടൊക്കെ കഴിക്കാതെ മമ്മിയുടെ മടിയിൽ ഇങ്ങനെ ചുവത്തിന് കിടന്നാൽ മതിയോ? മമ്മിക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കണ്ടേ? അച്ഛയൊക്കെ പോവും. ഇപ്പം മണി 8 8:30 മണിയാവുന്ന അറിയുന്നില്ല പൊന്നോ. ഇത് കണ്ടോ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് ഇവനെ ഇങ്ങനെ കൊഞ്ചിച്ചൊക്കെ നമ്മൾ നമ്മൾ എവിടെയെങ്കിലും ഇരുന്നാൽ ഇവൻ ഓടി വന്ന് മടിയിൽ ഈ കിടപ്പാണ്. ഇത് കണ്ടോ, കെട്ടിപ്പിടിച്ചുള്ള ഇരിപ്പൊക്കെ കണ്ടോ നിങ്ങൾ കണ്ടോ ഫ്രണ്ട്സ്? ഇത് കണ്ടോ, ഇങ്ങനെയാണ്, നമ്മൾ വിടത്തേയില്ല. ഇത് കണ്ടോ കിടക്കുന്നത്, കണ്ടില്ലേ പൊന്നാ? എണീറ്റിട്ട് കണ്ട. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കട്ടെ മമ്മ, ഇതൊരു പണിയില്ലേ പൊന്നു? എല്ലാവരും പോയിട്ട് പൊന്നിന് ഇവിടെ വന്ന് ഇങ്ങനെ കിടക്കാമല്ലോ. കണ്ടോ എന്ത് രസമാണെന്ന് നോക്ക് വന്ന് കിടക്കുന്നത്. അവനിങ്ങനെ മമ്മിയുടെ മടിയിൽ തല വെച്ച് കിടക്കണം, അച്ഛയുടെ അടുത്ത് കിടക്കണം, തടയിക്കൊണ്ടിരിക്കണം. സ്നേഹപുത്രൻ, മമ്മിയുടെ ഒരു സ്നേഹപുത്രൻ, അമ്മയുടെ അച്ഛയുടെ ചേച്ചിയുടെ ചേട്ടൻ്റെയൊക്കെ സ്നേഹപുത്രൻ. കണ്ടില്ലേ? ഇനി നിന്നാലേ അച്ഛ 8:30 മണിക്ക് ഇറങ്ങും. ഉച്ചയ്ക്ക് ഫുഡൊക്കെ കൊടുക്കണം. നോക്കണ്ട, ഫുഡൊക്കെ കൊടുക്കണമെന്ന് നോക്കണ്ടെന്ന്. കിടന്നാൽ മതിയെ പൊന്നുവേ അമ്മയുടെ ചക്കരേ, അമ്മയുടെ പൊന്നുവേ.
ഇങ്ങനെ കള്ളക്കുട്ട ബാ വിച്ചിട്ടടി വാടി ഓ മൂണിക്കോ കിടക്കൂ കാലെടുക്കട്ടെ മമ്മ കാലെടുക്കാൻ പറ്റണ്ടേ ഇങ്ങനെ കൈയും കുത്തി ഇങ്ങനെ മടിയിലൊക്കെ കിടന്ന കാലെടുക്കണ്ടേ കള്ളക്കോട്ടെ കളിക്കുന്നത് ഭയങ്കര ഇഷ്ടം എന്നോട് കേട്ടോ അവനോട് ചേട്ടനും ചേച്ചിയൊക്കെ കളിക്കണം ചേട്ടനും ചേച്ചിയൊക്കെ കളിക്കണം പൊന്നാണി അമ്മടെ പൊന്നാണി അമ്മടെ ചക്കരയാണി അമ്മടെ ചക്കരയാണി അമ്മടെ ചക്കരക്കുട്ടനാണി അമ്മടെ പൊന്നാണി ഇങ്ങനെ ഇരുന്ന് അച്ഛന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ വെക്കണ്ടേ ചേട്ടക്കൊക്കെ വിടണ്ടേ ഓഫീസിൽ വിടണ്ടേ ആ ഇന്നാണ് ഇങ്ങനെ കിടന്നാൽ മതിയാ മതിയാ ഇങ്ങനെ കിടന്നാൽ മതിയാ കണ്ടോ ഞാൻ പറയുന്നത് ഇങ്ങനെ താടിയും കൊടുത്ത് ശ്രദ്ധിക്കുന്നത് കണ്ടോ ഇതൊക്കെയാണ് ഇവൻ്റെ വേല എൻ്റെ വാ ഒരുത്തൻ മോഹം കഴിയാൻ വരുന്നതാണ് കേട്ടോ അച്ഛ ഇത് കണ്ടോ മോഹം കഴിയാൻ വന്നപ്പോൾ വരുന്നതാണ് ആ കാണുന്നത് കണ്ടോ കണ്ട ഇതാണ് എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം ഇത് കണ്ടില്ലേ രാവിലെ ഇത് കണ്ടോ നിങ്ങൾ ഇതൊക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ ഡെയിലി ഉള്ളതാണ് കേട്ടോ ഇതാ ഒരു ദിവസം എടുക്കുന്നല്ല ഡെയിലി തുടച്ചു തരാം ബാ കാലുവാണ് അല്ലേ പൊന്നോ ഓ കാലുവിനെ നോക്കണം ഒരു കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ ഫ്രണ്ട്സ് കാലു എന്തി കാലു അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയറും കമൻറ്റൊക്കെ ചെയ്യണം പിന്നെയെന്ന് വെച്ചാൽ നമുക്ക് ഡെയിലി കണ്ടൻറ്റ് കൊണ്ടുവരണ്ടേ കണ്ടൻറ്റ് ഇല്ലാത്ത കണ്ടൻറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂല അപ്പോൾ ഇവൻ്റെ കുഞ്ഞു കുസൃതികളൊക്കെ ആയിട്ടാണ് ഞാനീ വരുന്നത് കേട്ടോ അവനെ കാണാൻ ആഗ്രഹിക്കുന്നവർക്കും എല്ലാവർക്കും ആയിട്ടാണ് കേട്ടോ അപ്പോൾ കുറച്ച് കൂടുതൽ വീഡിയോ ഇടാൻ പറഞ്ഞു അപ്പോൾ നമുക്ക് കണ്ടൻറ്റ് ഇല്ലാതെ കളവിൽ നമുക്ക് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഇവരൊക്കെ മൃഗങ്ങളല്ലേ അപ്പോൾ ഇവൻ്റെ കുഞ്ഞു കുസൃതികളൊക്കെ ആയിട്ടാണ് ഞാനീ വരുന്നത് ചേച്ചിമാരൊക്കെ എന്താ പറഞ്ഞതെന്നറിയാമോ പൊന്നിനെ കുറച്ചും കൂടെ കാണണം എന്നൊക്കെ അപ്പോൾ ഇവൻ്റെ കുസൃതികളും ഒക്കെ ആയിട്ട് ഇന്നും ഒരു കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട് കുഞ്ഞെന്ന് പറഞ്ഞാൽ അത്ര കുഞ്ഞു വീഡിയോ അല്ല ഒക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയറും കമൻറ്റൊക്കെ ചെയ്യണം പ്രോത്സാഹിപ്പിക്കണം ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ ഇങ്ങോട്ട് ഓക്കെ പൊന്നോ ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാം ഇങ്ങോട്ട് നോക്കി പറ വീഡിയോയിലേക്ക് നോക്ക് പൊന്നാ കണ്ടോ ടുക്കുട്ടുക്ക് മഴ പെയ്യുന്നുണ്ട് നല്ല വിയർപ്പുള്ള ചൂടുമുണ്ട് കേട്ടോ മഴയുള്ളതുകൊണ്ട് നമുക്കിവിടെ ഭൂമിയൊന്നും ഇല്ലല്ലോ നിങ്ങൾ കണ്ടില്ലേ 4 വശത്തും ഫ്ലാറ്റാണ് അപ്പോൾ ഇറങ്ങാനും പറ്റില്ല ഇവിടെ ഒരു ഇച്ചിരി മഴ പെയ്താൽ ഉടൻ വെള്ളവും ചെളിയും ഒക്കെ ആയിരിക്കും മോനെയും കൊണ്ട് ഇറങ്ങുന്ന അവന് അലർജി ആയിരിക്കും എല്ലാവർക്കും ഒരു ഹായ് ടാറ്റയൊക്കെ കൊടുത്ത് ബൈ ടാറ്റ കൊടുത്ത് ടാറ്റ മോൻ്റെ ടാറ്റയ്ക്ക് വേണ്ടി എല്ലാവരും കാത്തിരിക്കുന്ന മുഖം കുനിക്കരുതേടാ നീ ആണല്ലേ മുഖം നിവർത്തിപ്പിടി ടാറ്റ പറഞ്ഞേ ടാറ്റ പറയാം എങ്ങനെ ദീപക്കിന് ടാറ്റ കൊടുക്കുന്നത് കാണിക്ക് ഗുഡ് ബോയ് ടാറ്റ കൊടുക്കുന്ന ടാറ്റ കണ്ടോ ഗുഡ് ബോയ് എന്നൊക്കെ പറയണം ടാറ്റ കൊടുത്തേ ടാറ്റ കണ്ടോ ആ അപ്പോൾ എൻ്റെ മോൻ ഗുഡ് ബോയ് ആണേ ദേ ഒന്ന് ചിരിച്ച് കാണിച്ചു കൊടുത്തേ സ്മൈൽ ചിരിച്ചേ എല്ലാവർക്കും ഒരു ചിരി കൊടുത്തേ ഇങ്ങോട്ട് നോക്ക് പൊന്നാ വിഷമിച്ചിരിക്കുന്നത് എന്തിനാണ് അമ്മയില്ലേ പൊന്നിന് അതെ ടാറ്റ കൊടുക്ക് ടാറ്റ ഒന്നും കൂടെ ടാറ്റ ഇങ്ങോട്ട് ഓക്കെ ക്യാമറയിലേക്ക് വെക്കുക ഇങ്ങോട്ട് വെക്ക് പൊന്നു ക്യാമറയിൽ ദേ ഇങ്ങോട്ട് ഇങ്ങോട്ട് വെക്ക ചിരിക്കേ മാമ ഫോട്ടോ എടുക്കട്ടെ ചിരിച്ച് ഓ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ എടുക്കുന്നത് അതാണ് അങ്ങനെയൊക്കെ ഇരിക്കുന്നത് പിന്നെ ഞാൻ കാണിച്ചു കൊടുത്തേ ചേച്ചിമാർ നമ്മൾ എടുക്കാൻ പോകുന്നേ വീഡിയോ എടുക്കാൻ പോകുന്നേ ചിരിച്ച് സ്മൈൽ എങ്ങനെ ഫോട്ടോ എടുക്കുന്നത് എങ്ങനെ മാമ വന്ന് നീന്നെ പോസിൽ നീന്തേ എങ്ങനെ പോസിൽ നീന്തേ വീഡിയോ എങ്ങനെ എടുക്കുന്നത് മാമി പോസിൽ എങ്ങനെ നിൽക്കുന്നത് എല്ലാവർക്കും ഒരു ടാറ്റ പറഞ്ഞിട്ട് അപ്പോൾ മാമി ഫോട്ടോ എടുക്കാം എല്ലാവർക്കും ടാറ്റ കൈ കൊണ്ട് കാണിച്ചേ മോൻ ടാറ്റ എടുക്കട്ടെ ടാറ്റ കാണിക്കേ പൊന്നോ മമ്മി ഫോട്ടോ എടുക്കട്ടെ ടാറ്റ കാണിച്ചേ കൈ പൊക്കി ടാറ്റ കാണിച്ചേ ഫോട്ടോ എടുക്കട്ടെ മാമ ടാറ്റ കാണിക്കേ എവിടെ ഇങ്ങോട്ട് നോക്ക് ഇരിപ്പ് നോക്കൂ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ കൈ കൊണ്ട് ടാറ്റ കാണിച്ചേ അമ്മ ഫോട്ടോ എടുക്കട്ടെ എവിടെ ഇച്ചു പൊന്നേ അച്ചോ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അതാണ് എല്ലാവരും ഒരു
ആ ആ ആ കണ്ടോ ആ ഫോട്ടോ എടുത്തു അത് നീങ്ങി വന്നിട്ട് തരുന്ന കേട്ടോ. ഒന്നും കൂടെ ഫോട്ടോ എടുക്കട്ടെ മമ്മ, ഒന്നും കൂടെ ഫോട്ടോ എടുക്കട്ടെ. ആ ഒന്ന് കൈ കൊണ്ട് കാണിച്ച് ആ ഫോട്ടോ എടുത്തു. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ, എൻ്റെ മോൻ്റെ ഹൈയും ബയ്യും ഒക്കെ കണ്ടല്ലോ. ഇനി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോവേ, പ്രണാം ചെയ്യാൻ പോവേ, ഭഗവാനെ പ്രണാം ചെയ്യാൻ പോവല്ലേ പൊന്നോ, തമ്പായി പ്രണാം ചെയ്യാൻ പോവല്ലേ പൊന്നോ. അത് കഴിഞ്ഞ് വന്ന് ഭക്ഷണം കഴിക്കും അല്ലേ പൊന്നോ. രാവിലെ ബിസ്ക്കറ്റൊക്കെ കഴിച്ചിരിക്കണം. അപ്പോൾ അവന് ഇത്തിരി ഇപ്പോൾ വെയിറ്റൊക്കെ കുറഞ്ഞു കേട്ടോ. അവന് ഇപ്പോൾ കുറച്ചൊക്കെ അല്ലേ ഫുഡ് കൊടുക്കുന്നത്. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വരാം, അതുവരേക്കും ബൈ. കണ്ടോ എത്ര പ്രാവശ്യം എൻ്റെ കൊച്ച് ബൈ പറയും. അപ്പോൾ എല്ലാവരും ഒന്ന് പ്രോത്സാഹിപ്പിക്കുക, സഹകരിക്കുക കേട്ടോ. ഞാൻ മോനെ കാണാൻ കുറേയേറെ ഫ്രണ്ട്സുകളൊന്നും ഇല്ലെങ്കിൽ കുറച്ച് സബ്സ്ക്രൈബേഴ്സൊക്കെ കാത്തിരിപ്പുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് കേട്ടോ. ഇത് കണ്ടോ, ഇരിപ്പ് കണ്ടോ. അപ്പോൾ നാളൊരു നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വരാം കേട്ടോ ഫ്രണ്ട്സ്. കുറച്ച് തിരക്കിലൊക്കെയാണ്, വീട് പണി നടക്കുന്നുള്ളതുകൊണ്ട്, കുറച്ച് താഴത്തെ ഫ്ലാറ്റിൻ്റെ പണി നടക്കുന്നുള്ളതുകൊണ്ട് തിരക്കിലൊക്കെയാണ്. അതിൻ്റെ ഇടയിലാണ് ഞാൻ ഈ എഡിറ്റിങ്ങും ഒക്കെ ചെയ്യുന്നത്. അടുക്കളയിൽ നിന്നുകൊണ്ട് തന്നെ എഡിറ്റിങ്ങൊക്കെ ചെയ്യുന്ന പണിക്കാരൊക്കെ വരും. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.